എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണുന്ന ആകപ്പാടെ വിഷമിച്ച് ശ്രീദേവി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുകയാണ്. ഈ സമയം ശ്രീകല പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്. ഈ ആഭരണം ധരിക്കാതെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോന്നേ. അറിയാലോ, കല്യാണത്തിന് കുറച്ച് സമയം മാത്രമുള്ളെന്ന് പറയാ. അമ്മേ, ഞാൻ എങ്ങനെ അവരെ വഞ്ചിക്കുന്നേ? അവരെ വഞ്ചിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അമ്മ ഇത്രമാത്രം വേദനിക്കുന്നുണ്ട് ഈ മുക്കുമണ്ട എനിക്ക് തന്നു കഴിയുമ്പോ. അപ്പൊ ഇത് വിട്ടോണ്ട് അങ്ങോട്ടേക്ക് കയറിച്ചില്ല എന്ന് എന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും ഞാന് മുള്ളിന്മേലായിരിക്കും നിൽക്കുന്നത്. എപ്പോഴേത് സമയത്ത് അത് കുത്തി കൊണ്ട് കയറുന്നെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു, നിനക്കറിയാലോ മോളെ, വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. എനിക്കോ അല്ലെങ്കിൽ നിന്റെ അച്ഛനോ ഒന്നും സമ്പാദിക്കാനായിട്ട് പറ്റിയില്ല. എന്റെ മക്കൾക്കുണ്ട്. ഇപ്പോഴാകപ്പാടെ മോള് പോകുന്ന സമയത്ത് ഈ ചെമ്പ് മാത്രം എനിക്ക് തരാനായിട്ടുള്ളൂ. ഒരു കല്യാണം നടത്താൻ പാടുപെടുന്ന ഒരച്ഛന്റെ അമ്മയുടെയും കഷ്ടപ്പാടത്. എന്റെ മോള് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹം, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഒരിക്കലും ഇതിനൊന്നും ഞാൻ മുതിരില്ലായിരുന്നു പറയണം. എന്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടിക്കാണാൻ ആഗ്രഹിച്ചോണ്ടല്ലേ. ഞാൻ ചെയ്യുന്ന തെറ്റാന്ന് എനിക്കറിയാം, പക്ഷെ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ മോളെ. എന്നോട് ക്ഷമിക്ക്. ഇനിയിപ്പം നിനക്കിനി പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക. ഇതൊക്കെ കേട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി പറഞ്ഞു, വേണ്ടമ്മ, അമ്മീനെ ഒന്നും പറയണ്ട. എനിക്കറിയാം അമ്മയുടെ സങ്കടം. ആ സമയം ശ്രീകല പറഞ്ഞു, മോളുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. എന്നോട് ക്ഷമിക്കണം കേട്ടോ മോളെ എന്നൊക്കെ പറയണം. അമ്മ എന്നോട് ക്ഷമ ചോദിക്കാനാ. ശേ, അതിൻ്റെ ഒന്നും കാര്യമില്ല. അമ്മ അതിങ്ങോട്ട് തന്നെ, ഞാൻ അടിഞ്ഞോളാം ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അത് വാങ്ങുവാണ്. ആ ആഭരണങ്ങളൊക്കെ വാങ്ങുവാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആ മുക്കുണ്ടങ്ങളും മുഴുവൻ അണിയുവാണ്. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ശ്രീദേവിക്ക് അറിയാം തന്റെ അച്ഛനും അമ്മയുടെ അവസ്ഥ എന്താന്ന്. അവർക്ക് നല്ല രീതിയിൽ ഒരു കല്യാണം നടത്താൻ പറ്റാത്തതുകൊണ്ടാ തന്നെ ഇപ്പൊ ഈ രീതിയിൽ പറഞ്ഞു വിടുന്നതെന്ന് പറയാം. അതുകൊണ്ട് പിന്നെ ശ്രീദേവി കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല. കണ്ണ് നിറഞ്ഞുകൊണ്ടാണെങ്കിലും ആ ആഭരണങ്ങളും മുഴുവൻ ധരിക്കുവാണ്. കണ്ടാൽ ഒറിജിനലേ വില്ലെന്ന ആഭരണങ്ങളാണത്. പിന്നീട് ആരിനിങ്ങനെ വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും മിത്രാലോട് ഓടി നടക്കുകയാണ്. ഓടി നടന്ന് ഓരോട് സംസാരിക്കുന്നു. അതിനിടയ്ക്ക് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നു. എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്നുണ്ട്. അപ്പം ആരിനും മനസ്സിലായി മിത്ര നന്നായിട്ട് മടുത്തിട്ടുണ്ടെന്ന്. ഇതിന്റെ ഇടയ്ക്ക് മിത്രയ്ക്കാണെങ്കിൽ തൊണ്ടയൊക്കെ വരളുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ആരിനും മിത്രനെ തന്നെ കുറെ സമയമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നീട് ആരിന് തോന്നി ഇങ്ങനെ പോയിട്ടുണ്ട് ശരിയാകത്തില്ല, മിത്ര എവിടെയാലും വീണു പോകുന്ന. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവള് വീണു പോകും. അതൊരു കാരണവശാലും പാടില്ല. പിന്നെ എന്ത് ചെയ്യുവാണ്? മിത്രനെ വിളിക്കാണ്ട് ആരിനും കൂടി ചെല്ലുമ്പോഴത്തേനും മിത്ര പെട്ടെന്ന് അടുത്തുള്ള ചേച്ചിയോട് സംസാരിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആരിനും പെട്ടെന്ന് കരുതി ഇനിയിപ്പം കാര്യമില്ല, അവൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കൊണ്ടേ കൊടുക്കാം. അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നത്. ആര്യം പെട്ടെന്ന് പോയി കുറച്ച് ജ്യൂസ് എടുത്തോണ്ട് വരുവാണ്. ജ്യൂസ് എടുത്തോണ്ട് വന്നിട്ട് മിത്രയുടെ അടിയിലേക്ക് വിട്ട് മിത്രനെ വിളിക്കുകയാണ്. മിത്രയും കൂടി വരാൻ പറയണം. മിത്ര വന്ന്, എന്താ ആര്യ ഈ ജ്യൂസ് എന്നാന്ന് പറയണേ. ജ്യൂസോ? ഇത് ആർക്ക് കൊടുക്കാനായി ചോദിക്കാണ്. ആർക്കും കൊടുക്കാനല്ല, നിനക്ക് കുടിക്കാനാന്ന് പറയണേ. എനിക്ക് കുടിക്കാനോ? എനിക്ക് കുടിക്കാൻ എന്താ ഇപ്പൊ ജ്യൂസ്? ഇതേ ഇപ്പൊ തന്നെ നന്നായിട്ട് നീ ടയേർഡായിട്ടുണ്ട്. എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കണ്ടല്ലേ. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നീ ശരിക്കും മടുത്തു. ഉച്ചയാകുമ്പത്തേനും ഫുഡ് കഴിക്കാൻ സമയമൊക്കെ ആകുമ്പത്തേനും നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും പാടില്ല. ഇപ്പൊ നീ ഇതൊന്ന് കുടിക്കാൻ പറയണം. വേണ്ട ആര്യ, ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ഷീണം ഉണ്ടെന്നുള്ള കാര്യം. ഇത് കേട്ടപ്പം മിത്രയ്ക്കൊരു സന്തോഷമൊക്കെ തോന്നി. കാരണം ആര്യം തന്നെ ഇത്ര കെയർ ചെയ്യുന്നുണ്ടല്ലോ, ഈ തിരക്കിനിടയിലും തന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് ആര്യനോട് മിത്ര ചോദിച്ചു, അല്ല ആര്യ, ആര്യൻ എന്തെങ്കിലും കുടിക്കോ കഴിക്കോ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുക. ഇല്ല, എന്നെങ്കിൽ ആര്യനും പോയി എന്തെങ്കിലും ജ്യൂസ് എല്ലാം കുടിക്കാൻ പറയാണ്. ആര്യനും ഇങ്ങനെ രാവിലെ തൊട്ട് ഓട്ടപ്പാച്ചിൽ തുടങ്ങിയതല്ലേന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ ചെയ്തോളാം, ആദ്യം നീ കുടിക്കാൻ പറയണം. അത് അപ്പുറത്ത് നിന്ന് മീനാക്ഷി കണ്ടു. മീനാക്ഷിക്ക് സന്തോഷമായി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ഓഹോ, അപ്പം ഭാര്യ മടുത്ത ക്ഷീണിതയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭർത്താവ് സ്നേഹത്തോട് കൊണ്ട് ജ്യൂസൊക്കെ കൊടുക്കുന്നു. ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഭാര്യയുടെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണെന്ന് നിറയുവാണെങ്കിൽ അത് ഭർത്താവിന് മനസ്സിലാവണം. അവിടെയാണ് സ്നേഹമുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ മിത്രയ്ക്ക് ഇങ്ങനെ ഒരു ആവശ്യം, ഒരു അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആരിന് ഓടി അടുത്തേക്ക് വന്നത് എന്നൊക്കെ ചിന്തിച്ചോണ്ട് മീനാക്ഷി അത് നോക്കിയിരിക്കുകയാണ്. പിന്നീട് മിത്ര ജ്യൂസ് കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാ. ആ സമയത്ത് സേതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ബാലൻ ചോദിച്ചു, അല്ല മുഹൂർത്തത്തിനുള്ള സമയമായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, എന്ന് പറയാ. എന്നാ ശരി, പെണ്ണിനെ ചെറുക്കനെയൊക്കെ വിളിക്കാന്ന് പറയണം. അങ്ങനെ ആദ്യം ആനന്ദനെ വിളിച്ചു. ആനന്ദ് അങ്ങോട്ട് കയറി ചെന്നു. ആനന്ദിന്റെ ഒപ്പം തന്നെ ഗോമതിയും ബാലനും ഒക്കെ ചെന്നു. പിന്നീട് ഉദയഭാനുവിനെ കൂട്ടരെന്നെ വിളിച്ചേ. അങ്ങനെ ഉദയഭാനു ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീദേവി ഭയങ്കര സുന്ദരിയായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സാരിയൊക്കെ എടുത്ത് അതോടൊപ്പം തന്നെ
ചെമ്പാണെങ്കിൽ ഉള്ള മുക്കുവണ്ടം മൊത്തം ധരിച്ച് കുറെ 10-250 പവന്റെ സ്വർണം ദേഹത്തുള്ള പോലെയാണ് ധരിച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്കും ബാലിനും ഭയങ്കര സന്തോഷമായി. കാരണം ഇത്ര നല്ല രീതിയിൽ തന്നെ ആനന്ദിന് ഒരു പെണ്ണിനെ കിട്ടിയല്ലോ എന്നൊരു വിചാരമായിരുന്നു അവരുടെ മനസ്സിനറിയുണ്ടായിരുന്നേ. അങ്ങനെ അവർ രണ്ടുപേരും വന്നിരുന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും മുഹൂർത്തത്തിനുള്ള സമയമായി. അങ്ങനെ ആനന്ദിന്റെ കയ്യിലേക്ക് പൂജാരി താലി എടുത്ത് കൊടുക്കുകയാണ്. ആനന്ദ് എല്ലാവരുടെ ആശീർവാദ അനുഗ്രഹത്തോട് കൂടിയിട്ട് ശ്രീദേവിയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുവാണ്. ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു മതി. ഇത് കണ്ടുകൊണ്ടിരുന്ന ശ്രീകലയ്ക്കും ഉദയഭാനുവിനൊക്കെ സന്തോഷം തോന്നി. അങ്ങനെ തങ്ങളുടെ ഇത്രയും കാലം കഷ്ടപ്പാടിന്റെ ബലം അങ്ങനെ ശ്രീദേവിയുടെ കഴുത്തിലെ താലി വീണിരിക്കുകയാണ്. കുറെ നാടകങ്ങളൊക്കെ കളിച്ചിട്ടാണല്ലോ ഒടുക്കം അത് സംഭവിച്ചിരിക്കുകയാണ്. ബാലനും ഗോമതിക്ക് സന്തോഷമായി. തന്റെ മോനെ നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു പെൺകുട്ടീനെയാണല്ലോ കിട്ടിയെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം മന്ത്രകോടിയൊക്കെ കൊടുത്തു. അങ്ങനെ അതിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. പിന്നീട് കുങ്കുമമൊക്കെ സീമന്തരേഖയിൽ തൊട്ടു കൊടുക്കുന്നുണ്ട് ആനന്ദ്. ആ തൊട്ടു കൊടുക്കുന്ന സമയത്ത് ആനന്ദിനും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് വിചാരിച്ചല്ലോ. അതിനുശേഷം ഉദയഭാനു വന്ന് കന്യാദാനം നടത്തുകയാണ്. അവരുടെ രണ്ടുപേരുടെ കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ വലം വയ്ക്കുകയാണ്. വലം വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു വരുന്ന ആനന്ദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആനന്ദ് ഓർത്ത് സന്തോഷം കൊണ്ടായിരിക്കും. പക്ഷെ ശ്രീദേവിക്ക് സന്തോഷമുണ്ട്, അതിനൊപ്പം തന്നെ ഒരു ടെൻഷനുണ്ട്. ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തന്റെ ജീവിതം എന്നോർത്തിട്ടൊക്കെയാണ് ശ്രീദേവിയുടെ കണ്ണും കൂടെ നിറഞ്ഞു വരുന്നത്. പക്ഷെ ആനന്ദ് ഓർത്തു അത് ആനന്ദ കണ്ണീരായിരിക്കും എന്ന് വിചാരിച്ച് ആനന്ദ് ഇരുന്നു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് നല്ല മംഗളകരമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. പരസ്പരം പൂമാലയിടയിലും ചടങ്ങുകളെല്ലാം നടന്നു. ആ സമയം അത്രയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. മിത്രയ്ക്കും മീനാക്ഷിക്കും അതുപോലെ ആകാശിനും ആരിനും അതുപോലെ എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് അവിടെ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ നടക്കുവാണ്. അവരെല്ലാവരും കൂടെ ഒക്കെ ഡാൻസ് ചെയ്യുന്നൊക്കെയുണ്ട്. അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല ആഘോഷമായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് സേതു വന്നിട്ട് പറഞ്ഞു, അതെ എല്ലാവരുടെയും കൂടെ ആയിട്ട് ബാലേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണ. ഇത് കേട്ടിപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുവാണ്. ഇനിയിപ്പോൾ ബാലന് എന്താ സംസാരിക്കാനുള്ളത് എന്നോർത്തുണ്ട്. ഗോമതി ഓർത്തു ഇതെന്താ ബാലേട്ടന് സംസാരിക്കാനുള്ളത്. ഗോമതിക്കൊന്നും മനസ്സിലായില്ല. ഗോമതി മിത്രോട് പറഞ്ഞു, എന്താ മോളെ അച്ഛന് സംസാരിക്കാനുള്ളത്. എനിക്കറിയത്തില്ല അമ്മയെന്ന് പറയാണ്. അപ്പോഴേക്കും ബാലൻ വന്ന് മയക്കി പിടിച്ചു. അതെ എൻ്റെ കുട്ടിയുടെ വിവാഹം ഇത്ര ഗംഭീരമായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷയില്ല. വന്ന് സഹകരിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഈ അവസരത്തിലും നിങ്ങൾ നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച വന്നതല്ലേ. ഞങ്ങളുടെ എൻ്റെ ആനന്ദിനെയും ശ്രീധനെ എല്ലാവരും അനുഗ്രഹിക്കണം. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വാക്കുകൾ സംസാരിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, പിന്നെ എൻ്റെ ബാക്കി 2 ഇളയ മക്കളുടെ കല്യാണം അതാരെയും വിളിക്കാനൊന്നും പറ്റില്ല. അതൊരു ഒളിച്ചോട്ട കല്യാണമായിരുന്നു. അവർ തന്നെ പോയി മാലയിട്ട് അവർ തന്നെ തീരുമാനിച്ച് അവർ തന്നെ ആയവരാണ്. അപ്പം അതിനൊന്നും നിങ്ങളെ ആരെയും വിളിക്കാനായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ ഈ അവസരം ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവർ പരസ്പരം മാലയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം അവർക്കും ഉണ്ടായിരിക്കണം. ഈ നല്ല മുഹൂർത്തത്തിൽ അവർ മാലയിടണം. അവരും ഇവരെ പോലെ തന്നെ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുവാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി മിത്രമൊക്കെ പരസ്പരം നോക്കുക. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഗോമതി പോലും അറിഞ്ഞിരുന്നില്ല ബാലന്റെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളത്. പിന്നീട് ആര്യ ആകാശിന്ന് വിളിക്കുകയാണ്. പിന്നീട് മിത്രയും മീനാക്ഷിനെ വിളിച്ചു കയറി വരാൻ പറയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് ബാലൻ അവരുടെ നടക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം മാലയിടണം. മാലയിട്ട് ഈ മുഹൂർത്തത്തിൽ നിങ്ങൾ ഒന്നാണ്. അങ്ങനെ എല്ലാവരും നിങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കണം. ഇതുവരെയായിട്ടും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും അധികം അറിയത്തില്ല. എല്ലാവരുടെ മുന്നിൽ ഒളിച്ചോടിയൊരു വിവാഹം. പക്ഷെ അതല്ല, നാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ പരസ്പരം മാലയിട്ട് നിങ്ങൾ ഒന്നാവണം എന്ന് പറയാണ്. ഇത് കേട്ടതും കണ്ണ് നിറഞ്ഞ് ഗോമതി നിൽക്കുകയാണ്. ബാലന്റെ മഹത്വം അപ്പോഴാണ് ഗോമതിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.